എല്ലാ സെഗ്മെന്റും ഉണ്ട്. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കാം. അടുത്തൊരു ക്രിസ്റ്റയാണ് 7 സീറ്റർ KL 10 റിയായതാണ്. ഓക്കെ, എങ്ങനെ 2018 G4. 18 ഓക്കെ, 18 G4 ആണ്. മാനുവലാ? ഓട്ടോമാറ്റിക് ആണ്, CBT ആണ്. ഓക്കെ, ഒരു 50,000 ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് കിട്ടും. സ്മെല്ലിനോടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 99 അതിൽ കാണിക്കണ ജെനുവിനിറ്റി നമ്മൾ പറയുന്നില്ല. റിയായതാണ്, ഒന്നും പറയാൻ പറ്റില്ല. കോമ്പാക്ട് SUV സെഗ്മെന്റ് ഫോർഡ് എക്കോ സ്പോർട്ട് KL 63 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ടൈറ്റാനിയം പ്ലസ്, ഏറ്റവും ടോപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ ഇട്ടിട്ട് വണ്ടി ഓടിയിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അല്ലമീൻ യൂസ്ഡ് കാസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നല്ല അടിപൊളി സ്റ്റോക്കുകൾ, ഏകദേശം 10-70 മുകളിൽ വാഹനങ്ങൾ ടോട്ടൽ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതിൽ പൊട്ടിച്ച വിലയിൽ നല്ല വിലപ്പാകത്തിൽ നിങ്ങൾക്ക് കാറുകൾ ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ പെരുന്നാളായിട്ട് കുറച്ച് ഓഫർ വാഹനങ്ങളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. ഹസൻ ഖാനെ സ്വാഗതം ചെയ്യാം. ഹസൻ ഖാ, സ്വാഗതം. സുഖല്ലേ? അപ്പോൾ പെരുന്നാൾ വരാൻ പോവാണ്. 7-ാം തീയതി. ഇപ്പോൾ 1-ാം തീയതി ആയില്ലേ? അപ്പോൾ പെരുന്നാളിന്റെ സ്റ്റോക്കായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. എല്ലാവർക്കും വണ്ടി സ്വന്തമാക്കാന്നുള്ള സ്റ്റാർട്ടിങ് എത്ര റേഞ്ച് ഉണ്ട് ഇവിടെ? ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ 65 രൂപ അൾട്ടോണ്. 65,000 രൂപ. 2008-28 വരെ പേപ്പറിലാണ്. നല്ല വണ്ടിയല്ലേ? നല്ല റണ്ണിങ് കണ്ടീഷൻ ആണ്. ചെറിയ പ്ലാറ്റ്ഫോമിൽ ചെറിയ റസ്റ്റ് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ വന്ന വണ്ടിയാണ്. ചെക്ക് ചെയ്തെടുത്താൽ മതി. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിയാണ്. കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് കാക്കഞ്ചേരി. കോഴിക്കോട് രാമനാട്ടുകര കഴിഞ്ഞ് തൃശ്ശൂർ പോകുമ്പോൾ കാക്കഞ്ചേരി അടുത്ത സ്റ്റോപ്പാണ്. അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട്, അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 15-ാം തീയതി വരെ ഏത് വണ്ടി എടുത്താലും, ചെറുവണ്ടിയാണെങ്കിൽ ഫുൾ ടാങ്ക് 30 ലിറ്റർ അടിച്ചാൽ ഫുൾ ടാങ്ക്. വോൾട്ടോ 800 ഇയോണ് കിഡൊക്കെ ഫുൾ ടാങ്ക് അടിച്ചെടുക്കും. ഇന്നോവ ക്രിസ്റ്റ പോലത്തെ വണ്ടിയാണെങ്കിൽ 30 ലിറ്റർ. ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും 15-ാം തീയതി വരെ 30 ലിറ്റർ. ചെറുവണ്ടിയാണ് 30 അടിക്കുമ്പോൾ ഫുള്ളാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമുക്ക് ആദ്യം ഏറ്റവും ന്യൂ ഷേപ്പ് ബലേനോയിൽ തുടങ്ങാം. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്നൊരു ബലേനോ ആണ് അല്ലേ ഹസൻ ഖാ? എങ്ങനെ ഡീറ്റെയിൽ? 2022 ആൽഫ, ഏറ്റവും ടോപ്പനാണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, വെറും 18,000 കിലോമീറ്റർ. 360 ക്യാമറ ഒക്കെ കമ്പനി വരും. അത് ശരി. ഓക്കെ, 360 ക്യാമറ എല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 18,000 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സാറിന് എത്ര മൈലേജ് കിട്ടാറുണ്ട് ഈ ഓട്ടോമാറ്റിക്? 15-17 കിലോമീറ്ററിന്റെ ലെവലിൽ കണ്ടു. 6 കിട്ടും. അത് മാരുതിന്റെ ഒരു ഗ്യാരണ്ടി ആണല്ലേ? എന്താ ക്ലെയിം ഉണ്ടോ? ക്ലെയിം മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ബമ്പർ ഉണ്ട്, ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. മെയിൻ ഗ്ലാസും ബമ്പർ, റേഡിയേറ്റർ കിട്ടിയിട്ടുണ്ട്. അടി റേഡിയേറ്റർ ഇല്ല, ബോണറ്റ് മാറിയില്ല, ഒന്നും മാറിയില്ല. വണ്ടി രണ്ട് ടൈമിലാണ്. ഓണറാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് നമ്മളെ പാർട്ണറുടെ പേർക്ക് മാറാൻ കൊടുത്തിട്ടുണ്ട് വണ്ടി. ശരി, ജസ്റ്റ് ഇപ്പൊ സെക്കൻഡ് ഓണർ ആവാൻ സെക്കൻഡ് ആവുകയാണ്. ചിലപ്പോ ഈ ആഴ്ച തിങ്കളാഴ്ച ആവും. അതിന്റെ മുന്നേ ആരെങ്കിലും വന്നാലും ഓൾറെഡി കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തില്ല. എന്തായാലും 3ാമത്തെ ഓണർ എടുക്കണം വരിക. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓണർ ആവും എന്തായാലും. ഓടിച്ചത് ഒരു ഓണർ, വെറും 18,000 കിലോമീറ്റർ ഹിസ്റ്ററി ഇല്ല വണ്ടി. 18,000 ഓടിയിട്ടുള്ള അതിന്റെ ടയർസ് അങ്ങനെ തന്നെ ഉണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഓഫർ പ്രൈസിൽ കൊടുക്കാം. എത്രയാ? 7,90,000. 7,90,000 രൂപയ്ക്ക് 2022 ഫുൾ ടാങ്ക് ആണ്. 7,90,000 2022 ആൽഫ ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ബലേനോ. വെറും 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം 7,90,000. ലോണിന്റെ ആവശ്യക്കാർക്ക് 8 വരെ ലോണും കയറും. ഫുള്ളിന്റെ മേലെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇതെന്താ ഡോർ മൊത്തം ഇങ്ങനെ തുറന്നിട്ടെ? അത് പെരുമഴയല്ലേ 3-4 ദിവസമായിട്ട്. ഇന്ന് ചെറിയൊരു മയക്ക് പുലർച്ചുണ്ട്. പൂപ്പലുണ്ടാവും. എയർ പാസ് കിട്ടാൻ കടച്ചിരുന്നല്ല. അതേ വണ്ടിന് ഡോർ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കാം. അടുത്തൊരു ക്രിസ്റ്റയാണ് 7 സീറ്റർ KL 10 റിയായതാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2018 G4. 18. ഓക്കെ, 18 G4 ആണ്. മാനുവലാ? മാനുവല്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മേജർ ഒന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം. കിലോമീറ്റർ 1.72 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ വണ്ടി എന്തായാലും കറക്റ്റ് ആവില്ല. 18 അല്ലേ? ഏകദേശം കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? 1.72 18 മോഡൽ ഏകദേശം കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ഇവിടെ ഫസ്റ്റ് ഓണർ. ടോട്ടൽ സെക്കൻഡ് ഓണറായി. ടോട്ടൽ അവിടെ എവിടെയും കൂടി സെക്കൻഡ് ഓണർ ആയിട്ടേ ഉള്ളൂ. പിന്നെ എത്രയാണ് ചോദിക്കുന്നതിന്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ഫുൾ ലോണിൽ 14 റുപ്യക്ക് ലാസ്റ്റ് കൊടുക്കാം. 14 ലക്ഷത്തിന് കേരള നമ്പർ ആയി കഴിഞ്ഞാൽ 2018 G4 ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കയറുള്ള. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത ഹോണ്ട ജാസ് ആണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 VX ആണ്. പെട്രോൾ 15 VX ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല.
ചെറിയൊരു നിങ്ങൾ കാണൂല, ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഗ്ലാസ്സിൽ. ഗ്ലാസ്സില്ല, ചെറുതായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 86,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 15-ൽ 86,000 ഓടിയുള്ളൂ, പെട്രോൾ ആണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൈലേജ് 2 കിലോമീറ്റർ കുറഞ്ഞ അത്രേ ഉള്ളൂ. ഒരു 13-15 കിട്ടിയത്. ഓക്കെ, എത്രയാ ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 440 കൊടുക്കാം. 440-ന് 15 VX ഇല്ലാത്ത ടയറും കാര്യമൊക്കെ 99% ടയറും കാര്യമുണ്ട്. ഓക്കെ, ടയേഴ്സും കുഴപ്പമില്ല, ടയറും നല്ല വണ്ടിയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു 4 ലക്ഷം ലോൺ വരുമോ? 4-4.25 വരെ 4 റുപ്യ എന്തായാലും കയറും അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. പെട്രോൾ ജാസാണ്, ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമല്ലോ അല്ലേ? ഒരാഴ്ച ഓടാലും നമ്മൾ 30 ലിറ്റർ അടിച്ചു. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് i20 ആണ്. നല്ല അടിപൊളി അലോയ്സ് ഒക്കെ ചെയ്തൊരു എലൈറ്റ് ഷേപ്പ് i20 KL 38 വണ്ടി. എങ്ങനെയാ ഇത്? 2018-19 രജിസ്ട്രേഷൻ. 18 മോഡലുണ്ട്, 19 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓടി. പെട്രോളാണ്. പെട്രോൾ ഏതാ ഓപ്ഷൻ? സ്പോർട്സ്. അഡീഷണൽ അലോയ്സ് ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. നല്ല സീറ്റ് കവർ ചെയ്തതാണ്. പുതിയ സീറ്റ്. ഓട്ടോ എത്രയാ പറഞ്ഞേ? ഓട്ടോ 90 മേലോടിന് കറക്റ്റ് സർവീസ്, സിംഗിൾ ഓണർ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. എത്രയാ ചോദിക്കുന്നത് ഇനിയിപ്പോ? നമുക്കൊരു 4.95 ലാസ്റ്റ് കൊടുക്കാം. 4.95 ഓപ്ഷനാണ്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് 18 മോഡൽ 19 രജിസ്ട്രേഷൻ i20 കൊണ്ടുപോകാം. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. കറക്റ്റ് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ 4.95 ഫുൾ ലോണിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടി ഇന്നോവയാണ് അടുത്തത്. KL 55 തിരൂരിലോട്ട് റീയായി. ഓക്കെ, എങ്ങനെയാ? ഇത് 2010 ഇന്റർകൂളർ ആണ്. G4 റീ വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി മൂന്നാമത്തേക്ക് നമ്മളേക്ക് മാറാൻ കൊടുത്ത്. മൂന്നാമത്തെ ലീവിൽ 10 വണ്ടിയാണ്. നവംബറിലാണ് ടെസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് മറ്റേ കിട്ടിയില്ല? അതായില്ലല്ലോ, ആയിക്കൊണ്ട് നിൽക്കണുള്ളൂ. ആരെ പേർക്കും ഒരു ഡീലർ പേർക്കും വണ്ടി ഇതുവരെ മാറി. ലൈസൻസ് നമുക്കൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രശ്നം വരും. ഈ ഒരു വർഷം വരില്ല, ഓണർഷിപ്പ് മാറുന്ന വർഷം വരില്ല. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല. സാധാരണ ഗ്ലാസ് ഒക്കെ മാറുന്നത്, ഗ്ലാസ് മാറിയില്ല. 2010 നവംബർ വരെ പേപ്പർ ഉണ്ട്. 10 ഇന്റർകൂളർ ആണ്. ഒരു 13-14 മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? എത്രയാ ഇത്? നമുക്കൊരു 3,95,000 റുപ്യക്ക് ഫിക്സഡ് പ്രൈസിൽ കൊടുക്കാം. ഇതിന്റെ പേപ്പർ ഇപ്പോൾ ആയിട്ടുണ്ട്. പേപ്പർ നവംബറിലാണ്. പേപ്പർ എടുത്തിട്ട് 4.30 കൊടുക്കാം. 2030 വരെ പേപ്പർ എടുത്തിട്ട് 4.30 കൊടുക്കാം. 2030 വരെ പേപ്പർ എടുത്തിട്ട് 4.30 കൊടുക്കാം. നവംബറിലാണ് പേപ്പർ വരുന്നത്. ഈ അവസ്ഥയിലാണെങ്കിൽ എത്രയാ? 3.95 കൊടുക്കും. 3.95. ഇൻഷുറൻസ് പുതിയത് ഇപ്പം നമ്മൾ എടുത്തതിന് ശേഷം അടച്ചതാണ്. 26 വരെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, അതിലേക്കൊന്നും നോക്കാനില്ല. അപ്പോൾ ബാറ്ററി ഞാൻ വെച്ചതാണ്, പുതിയ ബാറ്ററി വെച്ചതാണ്. പുതിയ ബാറ്ററി അല്ലേ? അഭാഗങ്ങളെ ക്ലിയർ. കേരള നമ്പർ ആയി കഴിഞ്ഞൊരു ഇന്നോവ. അതെ, ചെറിയൊരു പൈസക്ക് ഇന്റർകൂളർ. അടുത്ത വണ്ടിയിലുണ്ട്. വീണ്ടും ഒരു ചെറുവാഹനമാണ്, i10 ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ഇത് 2009-10 രജിസ്ട്രേഷനിലെ വണ്ടി. ഫ്ലൈറ്റ് പോയിക്കൊണ്ട് ഓക്കെ, 9 മോഡൽ 10 രജിസ്ട്രേഷൻ. 2030 വരെ പേപ്പർ, ടാക്സ് റിന്യൂവൽ ഉണ്ട്. ഇൻഷുറൻസ് 8 മാസം വരെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുള്ളോട് ആസ്റ്റ സൺറൂഫ് അടക്കം വരും. അന്നത്തെ കാലത്ത് സൺറൂഫ് വരുന്ന ഒരു ചെറിയ വാഹനം, വർക്കിംഗ് ആണ്. ചെറിയ വിലക്ക് സൺറൂഫിൽ. അത് ഓട്ടോമാറ്റിക്. 9 മോഡൽ 10 രജിസ്ട്രേഷൻ. പേപ്പർ പുതിയ പേപ്പർ 30 വരെ ഉണ്ട്. 2030 വരെ പുതിയ പേപ്പറുള്ള വാഹനമാണ്. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് 2,05,000 റുപ്യ കൊടുക്കാം. 2.5 സൺറൂഫ് വരുന്ന ഒരു വണ്ടി, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി വണ്ടി. പുതിയ പേപ്പറിൽ മൈലേജ് കുറച്ച് കുറവായിരിക്കും. 11-13 ഒക്കെ കണ്ടാവും. ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതിനൊക്കെ ലോൺ പ്രയാസമായിരിക്കും അല്ലേ? ഇതിനൊക്കെ നമ്മൾ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ചെറിയ സേർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. 1-10 ചെയ്ത് കൊടുക്കും. ഇവിടെയുള്ള ആളുകളായിരിക്കണം അല്ലേ? അടുത്ത വണ്ടിയിലോട്ട് നാട്ടിൽ കിട്ടും, പുറത്തുള്ള ആൾക്കാർ കിട്ടും. ഓക്കെ, അടുത്തത് ആൾട്ടോ 800 KL 10 വണ്ടി. അഡ്രസ്സിലുണ്ട്. ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 19 അല്ലേ? LXI റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓട്ടം പോയി? ഇത് 86,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ഓട്ടം പോയിട്ടുണ്ട്. 19 മോഡലില് എന്താ ഒരു ക്ലെയിം ഇല്ല. മൈലേജ് കിട്ടും 18-20 കിലോമീറ്റർ. മോട്ടോർസൈക്കിളിന്റെ ഉപയോഗത്തിന് ഉപയോഗിക്കാം. 0 ക്ലെയിം വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ. ഓക്കെ, എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഒരു കൊല്ലത്തിന് അടച്ചിട്ട് കൊടുക്കാം. 2,70,000 റുപ്യക്ക്. ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2019 വണ്ടി. കുറച്ച് ഓട്ടം പോയി. അത് ഹിസ്റ്ററി പ്രോപ്പർ ആണോ? ഓ, ഹിസ്റ്ററി. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോണ് സിവിലൊക്കെ എല്ലാ ആൾക്കാർക്ക് ഫുള്ള് ചെയ്തു. ഓക്കെ, അടുത്തത് മൈക്ര KL 16 രജിസ്ട്രേഷൻ ആണ്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം. എങ്ങനെയാ ഇത്? 2017 മോഡല് VX സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ഓടി വണ്ടി. 17 VX. ഓക്കെ, ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ്. സ്റ്റാർട്ട് അടക്കം വരും. ഓട്ടോമാറ്റിക് ആണ്. CVT ആണ്. ഓക്കെ,
വെറും 50,000 ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ 50,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 57,000. 17 മോഡലാണ്. CVT ഡ്രൈവ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പവറും എല്ലാം മൈലേജ് പറയും. ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് കുറയല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ടയേഴ്സ് ഒക്കെ ആവറേജ് ആണ്. ഇത് അലോയ്സ് സ്റ്റെപ്പിന് ഇട്ടതല്ലേ? ഓക്കെ, അതാ ഡൗട്ട് അടിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ മാറ്റിട്ടാ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 390 സിവിൽ ഓക്കല്ല ടീമിന് ഫുള്ള് ലോൺ ചെയ്തു. ഫുൾ ലോണിൽ 2017 കേരള വണ്ടി കേട്ടോ. 17 CVT ഓട്ടോമാറ്റിക് മൈക്രോ നിങ്ങൾക്ക് കൊണ്ടുപോകും. 17 വാഹനം ഫുൾ ടാങ്ക് എണ്ണി. അതുകൊണ്ട് ഓക്കെ. അടുത്ത വണ്ടി നേരത്തെ മൈക്രോ കണ്ടു. അടുത്ത മൈക്രോ ആക്റ്റീവ് KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ ഷേപ്പ് ഒക്കെ ഒന്ന് മാറും അല്ലേ? നേരത്തെ കണ്ടത്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. 98,000 കിലോമീറ്റർ ഓടിയത്. മാനുവൽ 98,000 ഓടിയ വണ്ടി അല്ല? കേരള വണ്ടിയാണ്. പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ്. ഈ ഒരു ഓപ്ഷൻ തന്നെ വരും. ഡോർ വിൻഡോ വരുള്ളൂ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ബാക്കിൽ വിൻഡോ ഉണ്ടാവില്ല. ഓക്കെ, എത്ര ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,85,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് അടച്ച് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. 30 ലിറ്റർ എണ്ണ അടിച്ച്. 2017 പെട്രോൾ വണ്ടിയാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. 285 ഫുൾ ടാങ്ക് എണ്ണി, ഫുള്ള് ലോണും ആധാർ കാർഡ് ആയിട്ട് പോകുന്നത്. എല്ലാം ഫുള്ളാണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത സെഡാൻ കാറ്റഗറി ടൊയോട്ട എറ്റിയോസ് ആണ്. KL 84 ഇവിടെ കൊണ്ടോട്ടിയിലോട്ട് റീ ആയ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡൽ GD ആണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. സ്മെല്ലിനോടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 99 അതിൽ കാണിക്കണം. ജെനുവിനിറ്റി നമ്മൾ പറയുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. അല്ല, മെക്കാനിക്കൽ പക്ക ഫിറ്റ്. ആളെ കൊണ്ടുപോയി ഒക്കെ ചെക്ക് ചെയ്യാം. അത് പമ്പിൽ ഓട്ടനടിച്ച് ഓടുന്ന വണ്ടിയാണ്. മൈലേജ് ഉണ്ടല്ലോ. എവിടെയും കൊണ്ടുപോയി കാണിച്ചോട്ടെ. ലോക്കായിട്ട് എടുത്താൽ മതി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ഞാൻ ചെയ്താണ്. ക്ലെയിം ഒന്നുമില്ല. മേജർ ഒന്നും കാണിക്കണില്ല. 12 ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. ടോട്ടൽ ലോസും ബ്ലഡും ഇല്ല. രണ്ടേമ റിട്ട എടുക്കും. ഇത് നമുക്ക് 2,70,000 രൂപയ്ക്ക് കൊടുക്കാം. 2,00,000 കേരള നമ്പർ ആയി കഴിഞ്ഞ വണ്ടി. ഡീസൽ 2012 പ്ലാറ്റിനം കംഫർട്ട് ബാങ്കും മുന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും മാറിയിട്ടുണ്ട്. ഫുൾ ലോണും കയറില്ല. ഫുൾ ലോണ് ശ്രീരാമ കയറുള്ളൂ. ഒരു 2,500 രൂപേൻ്റെ അടുത്ത് ചെയ്യാം. 10-15 രൂപ 12 മോഡലാണ്. 12 മോഡലുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു വാഗണർ KL 11 കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് 2016 VXI ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഫുൾ ഓപ്ഷൻ വാഹനം. അന്നത്തെ എയർ ബാഗ് ABS ഒക്കെ ലിമിറ്റഡ് എഡിഷൻ കൂടിയാണ്. VXI എയർ ബാഗ് ABS വരില്ല. അതുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് പ്രോപ്പർ സർവീസ്, റീപ്ലേസും ഇല്ല. പെട്രോൾ വണ്ടിയാണ്. അതെ, ഓട്ടം കൊണ്ട് വലിയ കറക്റ്റ് സർവീസും ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 360,000 നമുക്ക് കൊടുക്കാം. 3,60,000 രൂപ ക്വാളിറ്റി വണ്ടി. ഇതേ വണ്ടി നമ്മൾ 290, 295 കൊടുത്തിട്ടുണ്ട് മുന്നേ. അതായത് മാറ്റമുണ്ട്. ഓക്കെ, അതാണ് ചോദിച്ചത്. ഓക്കെ, സ്പെഷ്യൽ എഡിഷൻ ആണ്. എയർ ബാഗും ABS ഒക്കെ വരുന്ന വാഹനമാണ്. 2016 1 ലക്ഷം കോടി വണ്ടി അല്ല? ഓക്കെ, 3 രൂപ നമുക്ക് ആവശ്യക്കാർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒന്നുമില്ല. നമ്പർ പോലും മാറിയില്ല. ചെറിയ വണ്ടി. സ്വിഫ്റ്റ് ആണ് അടുത്തത്. KL 11 രജിസ്ട്രേഷൻ കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഡീസലാണ്. 2015 VDI. 15 മിഡിൽ ഓപ്ഷൻ വാഹനം. ഓക്കെ, മൈലേജ് ഉണ്ടാവേ 18-20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഇത് 98,000 കിലോമീറ്റർ ടൈമിംഗ് ചെയ്യാൻ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ഓട്ടം പറയാൻ പറ്റും. കറക്റ്റ് സർവീസ് അല്ലെങ്കിൽ നമ്മൾ എറ്റിയോസ് കറക്റ്റ് അല്ല കണ്ട കണ്ടീഷൻ സർവീസിൽ വണ്ടി. ടൈമിംഗ് ബെൽറ്റ് മാറിയ വണ്ടിയാണ്. പിന്നെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. കമ്പനിയിൽ നിന്ന് മാറിയതാണ്. ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ഹിസ്റ്ററിയിലുണ്ട്. വേറെ പാനലോ റേഡിയേറ്ററോ അപ്രോണോ കാര്യങ്ങളൊന്നും മാറിയില്ല. മാറിയിട്ടുള്ളൂ. 98,000 കിലോമീറ്റർ. ടയറൊക്കെ നല്ല ടയറാണ്. ബാക്ക് ആവറേജ് ആണ്. ഫ്രണ്ട് സീറ്റ് കവർ പുതിയ സീറ്റ് കവറാണ്. ഇത് നമുക്ക് 4,10 കൊടുക്കാം. 4,10,000 15 മോഡൽ ഡീസൽ സർവീസ്. 98,000 ഓടി വണ്ടി. ടൈമിംഗ് ബെൽറ്റ് ഒക്കെ മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എടുത്താൽ ഒന്നും ചെയ്യാനുണ്ടല്ലോ. ചെയ്ത ആൾക്കാരെ മാറി നിൽക്കുകയാണ്. എല്ലാം ചെയ്തൊക്കെ ലോൺ ഒരു 3.25 നിൽക്കാം. കോമ്പാക്ട് SUV സെഗ്മെന്റ് ഫോർഡ് എക്കോ സ്പോർട്ട് KL 63 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 ടൈറ്റാനിയം പ്ലസ്. ഏറ്റവും ടോപ്പ് എൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ ഇട്ടിട്ട് വണ്ടി ഓടിയിട്ടില്ല. പുതിയ അടിപൊളി ടയർസ്. ബാച്ച് ടയർ അല്ല, പൊക്ക ടയർ. വലിയ വണ്ടിയാണ്. ഡീസലാണ്. എല്ലാ മൈലേജും കിട്ടും. 18 ഒക്കെ എന്തായാലും പറഞ്ഞു. 20 കിട്ടുന്ന വണ്ടികളുണ്ട്. 18 എന്തായാലും കിട്ടും. ഇത് അന്ന് 2 എയർ ബാഗ് വരുന്നുള്ളൂ അല്ലേ? അതെ, 2 എയർ ബാഗ് 16. ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ഇപ്പോൾ ഓട്ടത്തിന് പറഞ്ഞേ കിലോമീറ്റർ 87,000. ജെനുവിനായിരിക്കും. കമ്പനി സർവീസ്. റീപ്ലേസും കാര്യങ്ങളും ഇല്ല. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 5,10,000 രൂപയ്ക്ക് ട്രാക്കിലേക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 5,10,000 2016 ടൈറ്റാനിയം പ്ലസ് ഡീസൽ വാഹനം. 45,000 കിലോമീറ്ററോടെ ടയറും
ഫുൾ ടാങ്ക് എണ്ണ നമ്മൾ കൊടുക്കും. അതെ, ഒന്നും ചെയ്യാനില്ല. 4 ടയർ അടിപൊളി ടയർസാണ്. അത് അലൈൻമെന്റ് ചെയ്ത് കറക്റ്റ് ഓടിച്ചാൽ 45,000 അല്ല, ചിലപ്പോൾ 55,000 60,000. ബേസിക്കലി കൂട്ടിക്കോളി. ഓക്കെ. അടുത്ത വണ്ടി ഉണ്ട്. അടുത്തൊരു കിഡ് കാണിച്ചു തരാം. KL N8 തൃശ്ശൂർ പെട്ടെന്ന് 2016 മോഡൽ RXL ആണ്. 4 ഡോർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. വിൻഡോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്തിട്ടുണ്ടല്ലേ. ഫ്രണ്ടിൽ നല്ല ടയർസാണ് തോന്നുന്നു. ബാക്കിലും ഒരു 60% ടയർ ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട്. വേറെ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്രയിപ്പോ ഇത് നമുക്ക് 2.5 ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. RXL 2016 2 വിൻഡോ ചെയ്തോണ്ട് 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഒക്കെ കുളുമണാലിയാണ്. അല്ല, ലോണ് ഫുള്ള് കിട്ടും. ലോണ് പ്രൊഫൈലിലൊക്കെ ഫുള്ള് ഇട്ട് കൊടുക്കാം. 2-2.5 രൂപ ലോണ് കാരണം ഇതുവരെ ചെയ്തോളത്തോളം 6-8-10 കിഡ് അപ്രൂവ് ഉണ്ട്. ഇപ്പൊ ഈ കിഡ് മാത്രമേ ഉള്ളൂ. സിംഗിൾ വേറെ ഇപ്പൊ ഒന്നും സ്റ്റോക്ക് ഇല്ല. കിഡ് ഇയോൺ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഒരു ഇയോൺ ഉള്ളൂ. സാറിന് ഇവിടെ കൂടുതൽ കാണാറുണ്ട്. വണ്ടി ഉണ്ടാവില്ല. ഇപ്പൊ സ്റ്റോക്ക് കുറവാണ്. ഓക്കെ. ബാക്കി ഓൾമോസ്റ്റ് ഉള്ള വണ്ടി ഓരോ സ്റ്റോക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാറ്റലോഗ് ഇട്ട് കൊടുക്കാം. Ertiga 3 ഉണ്ട്. Ertiga 1 കാണിക്കാം. നമുക്ക് ടൈം ഇല്ലല്ലോ. Innova 2-3 കാണിച്ച് അങ്ങനെ ബാക്കിയൊക്കെ കാറ്റലോഗ് അയച്ചു കൊടുക്കാം, ലൊക്കേഷൻ അയച്ചു കൊടുക്കാം, വീഡിയോ അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു Ertiga ആണ്. 7 സീറ്റർ KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഇത് മാത്രമല്ല തൊട്ടിപ്പുറത്ത് 3 Ertiga ടോട്ടൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ. കിലോമീറ്റർ 160 ഓടിയുണ്ട്. ഡീസലാണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഏത് ഓപ്ഷൻ? വീഡിയോ. ഓക്കെ. ABS എയർ ബാഗ് ഉണ്ടാവില്ല. ABS ഫ്രണ്ട് AC പവർ വിൻഡോ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ മൈലേജും ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ല അല്ലേ? ഒരു 17-18 മൈലേജ് കിട്ടും. 7 ആളെ വെച്ചിട്ട് ഇത്രയും. ഓക്കെ. ഒരു ക്ലെയിമില്ല അല്ലേ? ഒരു ക്ലെയിമില്ല എന്നാണ് മേജർ നമ്മൾ കാണിക്കലെന്ന് ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഫ്ലഡും ടോട്ടൽ ലോസ് ചെയ്താലും ഇല്ല. ബമ്പറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ബമ്പറല്ല, ഇങ്ങനത്തെ മേജർ ക്ലെയിമുകളൊന്നും. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3,20,000 റുപ്യക്ക് കൊടുക്കാം. 2012 ഒറിജിനൽ കേരള വണ്ടി. 160 ഓടിയ വണ്ടി. 160 ഓടി. 320 കൊടുക്കാം. ആവശ്യക്കാർക്ക് ഏകദേശം ഫുള്ള് ലോണും കിട്ടും. ഫുൾ ലോണ് ചാൻസ് ഉണ്ട് 360. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇത് മാത്രമല്ല പെട്രോളിന്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ? പെട്രോൾ 2017 ഓട്ടോമാറ്റിക് ഉണ്ട്. 60,000 ഓടി. ഒരു 5,80,000 റുപ്യക്ക് ഫുള്ള് ലോണിൽ അതും കൊടുക്കും. ഓട്ടോമാറ്റിക് 60 ഓടി. മറ്റേ പെട്രോൾ 4,15 അതും കൊടുക്കാം. VXI അലവിലെ അഡീഷണൽ കമ്പനി വരുന്നതാണ്. ഏതാ മോഡൽ? 14 കൊടുക്കും. അത് 4-10 ഫുൾ ലോൺ അതും ചെയ്ത് കൊടുക്കാം. 3 Ertiga ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി. 2 പെട്രോളും ഒരു ഡീസലും. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ലഭ്യമാവും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിയാണ്. കോഴിക്കോട് മലപ്പുറം ബോർഡറാണ്. രാമനാട്ടുകര കഴിഞ്ഞ് തൃശ്ശൂർ റൂട്ടിൽ കാക്കഞ്ചേരി, അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പറിലേക്ക് വിളിച്ചോളൂ. എല്ലാവർക്കും നന്ദി. ഹസൻ കാ, താങ്ക് യു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബൈ.